ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച തുടക്കമാണ് ടീം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യത്തെ 2 കടമ്പകളും വിജയകരമായി പിന്നിട്ട രോഹിത് ശർമ്മയും സംഘവും സെമി ഫൈനലിന് കയ്യെത്തും ദൂരത്താണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിനു മുൻപ് തന്നെ ഇന്ത്യ സെമിയിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനകം കളിച്ച 2 മത്സരങ്ങളിലും റൺ ചേസിനൊടുവിലാണ് ഇന്ത്യ ടീം ജയിച്ചു കയറിയത്. ബംഗ്ലാദേശിനെയും ചിരവൈരികളായ പാകിസ്ഥാനെയും 6 വിക്കറ്റിന് ഇന്ത്യ കെട്ടുകെട്ടിക്കുകയായിരുന്നു. 2 കളിയിലും എതിരാളികളിൽ നിന്നും കാര്യമായ വെല്ലുവിളി ഇന്ത്യക്ക് ലഭിച്ചിട്ടുമില്ല. അടുത്ത ഞായറാഴ്ച ന്യൂസിലാൻഡുമായിട്ടാണ് ഇന്ത്യയുടെ അവസാനത്തെ പോരാട്ടം. ഇതും ജയിച്ച് രാജകീയമായി സെമി ഫൈനലിലേക്ക് മുന്നേറുകയാവും ഇനി ഇന്ത്യയുടെ ലക്ഷ്യം. പക്ഷേ ന്യൂസിലാൻഡിനെതിരായ മത്സരം ഇന്ത്യക്ക് അത്ര എളുപ്പമാകില്ല. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂസിലാൻഡ് ഒരു സമ്പൂർണ്ണ ടീമാണെന്ന് തന്നെ പറയാൻ കഴിയും. ബംഗ്ലാദേശിനും പാക് ടീമിനും പല പോരായ്മകളുമുണ്ട്. ദുർബലമായ ബാറ്റിംഗ് നിരയും മൂർച്ചയില്ലാത്ത ബൗളിംഗുമാണ് ബംഗ്ലാദേശിനുള്ളത്. എന്നാൽ പാക് ടീമിന്റെ പ്രധാന ദൗർബല്യം മികച്ച സ്പിൻ നിരയില്ലെന്നതാണ്. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചുകളിലാണ് മത്സരങ്ങളെങ്കിലും പാക് ടീമിലുള്ളത് ഒരേ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ മാത്രമാണ്. ഇത് കഴിഞ്ഞ 2 മത്സരങ്ങളിലും അവർക്ക് ക്ഷീണമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവർക്കെതിരെയുള്ള ഇന്ത്യയുടെ വിജയങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഇന്ത്യയുടെ യഥാർത്ഥ അഗ്നിപരീക്ഷ ന്യൂസിലാൻഡുമായിട്ടാവും. ഒരു കംപ്ലീറ്റ് ടീം എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കാം. ഓൾറൗണ്ടർ മിച്ചൽ സാന്റ്നർ നയിക്കുന്ന ന്യൂസിലാൻഡ് ടീമിൽ മികച്ച ബാറ്റർമാരും സ്പിന്നർമാരും സ്പേസർമാരും എല്ലാം ഉണ്ട്. കാര്യമായ വീക്ക്നെസ്സുകളൊന്നും അവർക്ക് എടുത്തു കാണിക്കാനില്ല. ന്യൂസിലാൻഡ് ടീമിനെ സ്പെഷ്യലാക്കുന്ന മറ്റൊരു കാര്യം സ്പിന്നർമാരെ നേരിടുന്നതിൽ അവരുടെ ബാറ്റർമാർ പുലർത്തുന്ന അസാധാരണ മികവ് തന്നെയാണ്. നിലവിൽ ലോക ക്രിക്കറ്റിൽ തന്നെ സ്പിന്നർമാരെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നത് അവരാണെന്ന് പറഞ്ഞാലും അതിൽ അതിശയിക്കേണ്ടിയില്ല. ഡെവൻ കോൺവേ, ഡാരിൽ മിച്ചൽ, കെയ്ൻ വില്യംസൺ, ഗ്ലെയിൻ ഫിലിപ്സ്, ടോം ലാത്തം തുടങ്ങിയവർക്കെല്ലാം അനായാസം സ്പിന്നർമാർക്കെതിരെ റണ്ണെടുക്കാൻ സാധിക്കും. സ്വീപ്പ് ഷോട്ടുകളും റിവേഴ്സ് സ്വീപ്പുകളുമെല്ലാം കളിച്ചാണ് അവർ സ്പിന്നർമാരുടെ കഥ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന കളിയിൽ ഇന്ത്യൻ സ്പിന്നർമാരായ കുൽദീപ് യാദവ്, അക്ഷർ പട്ടേൽ, രവീന്ദ്ര ജഡേജ തുടങ്ങിയവരെയെല്ലാം കിവി ബാറ്റർമാർ പഞ്ഞിക്കിട്ടേക്കും. കഴിഞ്ഞ വർഷം അവസാനത്തോടെ സ്വന്തം നാട്ടിൽ വെച്ച് ടെസ്റ്റ് പരമ്പരയിൽ ന്യൂസിലാൻഡിനോടേറ്റ ഷോക്ക് ഇന്ത്യക്ക് ഇനിയും മാറിയിട്ടില്ല. അന്ന് 3-0 ഇന്ത്യയെ അവർ തൂത്തുവാരിയത്. നാട്ടിൽ വെച്ച് ഒരു പരമ്പരയിൽ ഇന്ത്യ തൂത്തുവാരപ്പെട്ടത് ആദ്യമായായിരുന്നു. കിവികളെ കുരുക്കാൻ ഇന്ത്യ ഒരുക്കിയ സ്പിൻ കെണിയിൽ സ്വയം കുരുങ്ങുകയും ചെയ്തു. ഇന്ത്യയുടെ സ്പിന്നർമാരെ ഒരു കൂസലുമില്ലാതെയാണ് അവർ അടിച്ചൊതുക്കിയത്. ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ സ്പിന്നർമാരെ തുണയ്ക്കുന്ന ദുബായിലെ പിച്ചിലും അവർ ഇതുതന്നെ ആവർത്തിച്ചേക്കും. അങ്ങനെ വന്നാൽ ഇന്ത്യ ശരിക്കും കുഴപ്പത്തിലാകും.